ലക്ഷ്മി നായരെ ലോ അക്കാദമി ലോ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കി. വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റിക്ക് പകരം ചുമതല നൽകും. 5 വർഷത്തേക്ക് ഫാക്കൽറ്റി സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റി നിർത്തുമെന്ന് അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ അറിയിച്ചു. എന്നാൽ അക്കാദമിയിൽ പ്രവേശിക്കുന്നതിന് ലക്ഷ്മി നായർക്ക് വിലക്കുണ്ടാവില്ല. കോളേജ് നാളെ തന്നെ അധ്യയനം പുനരാരംഭിക്കുമെന്ന് നാരായണൻ നായർ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനം ഒഴിഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിന്റെ ചാർജ് നൽകിയിട്ടുണ്ട്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കുന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അക്കാദമി ലോ കോളേജ് ഫെബ്രുവരി 1 ബുധനാഴ്ച നാളെ തുറന്നു പ്രവർത്തിക്കും. കോളേജിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റ് അംഗീകരിച്ചുവെന്ന് SFI അറിയിച്ചു. മാനേജ്മെന്റ് രേഖാമൂലം ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ സമരം പിൻവലിക്കുന്നതായി SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ മാധവൻ പോറ്റിയെ പ്രിൻസിപ്പാളിന്റെ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ കുറഞ്ഞത് 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ട് പോലും ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പും SFI സമരത്തിന്റെ ഭാഗമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. SFIയും മാനേജ്മെന്റും ഒത്തുകളിക്കുകയാണെന്ന്, രാജിവെക്കാതെ സമരം നിർത്തില്ലെന്നും BJP നേതാവ് വി മുരളീധരൻ പറഞ്ഞു. ലക്ഷ്മി നായർ രാജിവെക്കണം എന്നുള്ളതാണ്. ലക്ഷ്മി നായരെ 5 കൊല്ലത്തേക്ക് മാറ്റിവെക്കാമെന്നല്ല, ലക്ഷ്മി നായർ രാജിവെക്കണം എന്നുള്ള നിലപാടിൽ അവരുറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ ഈ സമരം തുടരും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജെ മുഹാജിറും അല്ലമീനും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം മുഹാജിറിലേക്ക്. മുഹാജിർ, വിദ്യാർത്ഥികളുടെ ഏതൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാനേജ്മെന്റ്, കേരള ലോ അക്കാദമി മാനേജ്മെന്റ് ഇറക്കിയ വാർത്താക്കുറിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ പറയുന്നത് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ പോറ്റിക്കാണ് പ്രിൻസിപ്പലിന്റെ അധിക ചാർജ് നൽകിയിരിക്കുന്നത്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുന്നതിന് ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കുന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ഫെബ്രുവരി 1, അതായത് നാളെ മുതൽ കോളേജ് പഴയതുപോലെ തുറന്ന് പ്രവർത്തിക്കും. കോളേജിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പുനരാഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFI ഉന്നയിച്ച ഒരു കാര്യം, 5 വർഷത്തേക്ക് ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ പോലും ലക്ഷ്മി നായർ ഈ ക്യാമ്പസിൽ വരില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ ഇത് സമരം പിൻവലിക്കുന്നു എന്നായിരുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ ഡയറക്ടർ നാരായണൻ നായരോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് 5 കൊല്ലത്തെ ഒരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫാക്കൽറ്റി നില അത് അവർ പഠിപ്പിക്കാൻ, ലക്ഷ്മി നായർ ഇവിടെ പഠിപ്പിക്കുന്നതിനായിട്ട് ഈ ക്യാമ്പസിൽ വരില്ല. എന്നാൽ അല്ലാതെ ഒരു ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിൽ ലക്ഷ്മി നായർ തുടരുക തന്നെ ചെയ്യും. എന്നാൽ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞതും ലക്ഷ്മി നായർ നാരായണൻ നായർ ഡയറക്ടർ നാരായണൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ ഒരു ചെറിയ പൊരുത്തക്കേടുണ്ട്. ഇവിടെ ലക്ഷ്മി നായർ സ്ഥാനം ഒഴിഞ്ഞു എന്ന് വാർത്താക്കുറിപ്പിൽ പറയുമ്പോൾ മാനേജ്മെന്റ് ഡയറക്ടർ ബോർഡ് നിയോഗിച്ച 5 അംഗ മാനേജ്മെന്റ് കമ്മിറ്റി അവർ നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം അവരെ അറിയിക്കുമെന്നാണ് നാരായണൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ലക്ഷ്മി നായർ ഈ കാര്യം അല്ലെങ്കിൽ അവിടെ ഈ സ്ഥാനത്ത് മാറ്റിയിരുന്ന കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ അംഗീകരിക്കും എന്നാണ്. ഡയറക്ടർ ബോർഡിന്റെ ഈ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം ലക്ഷ്മി നായർ അംഗീകരിക്കും എന്നാണ് പ്രതീക്ഷ. അവർ ഇങ്ങോട്ട് വരേണ്ടതില്ല, പഠിപ്പിക്കാനായി വരേണ്ടതില്ല എന്നുമാണ് ഡയറക്ടർ വ്യക്തമാക്കിയത്. മാത്രമല്ല കുന്നം റോഡിലുള്ള സെക്രട്ടേറിയറ്റ് സമയം കുന്നം റോഡിലുള്ള റിസർച്ച് സെന്ററിൽ ഒരാളെ ആവശ്യമുണ്ട്. ലക്ഷ്മി നായർക്ക് അവരെ ഡയറക്ടറായി ഇരിക്കാം എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനേജ്മെന്റ് കമ്മിറ്റി SFI വിദ്യാർത്ഥി നേതാക്കളുമായി നടത്തിയ ഒരു ഒത്തുതീർപ്പിന്റെ ഒരു ഫോർമുല എന്ന വണ്ണം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റി നിർത്തുന്നു. 5 കൊല്ലത്തേക്ക് മാറ്റി നിർത്തുന്നു. അവർ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നതിനായി, പഠന ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ അധ്യയനത്തിനായി കോളേജിലേക്ക് വരില്ല. അതേസമയം അവർ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതലകൾ തുടരുകയും ചെയ്യും. മാത്രമല്ല റിസർച്ച് സെന്ററിൽ അവർ ഒരുപക്ഷെ ഡയറക്ടറായി വരികയും ചെയ്യും. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട്
കോടതിയിൽ, ഹൈക്കോടതിയിൽ മറ്റേതെങ്കിലും കോടതിയിലോ സമീപിക്കുവാനുള്ള അവകാശം തീർച്ചയായും ലക്ഷ്മി നായർക്കുണ്ട് എന്നും മുഹാജിർ അത് തന്നെയാണ്. അച്ഛൻ പറഞ്ഞാൽ മാറി നിൽക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലക്ഷ്മി നായർ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ പോയി അനുകൂല വിധി നേടി തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ലക്ഷ്മി നായർക്ക്? അങ്ങനെ പോകാം, കോടതിയിൽ പോകാൻ അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് തന്നെയാണ് നാരായണൻ നായർ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു പക്ഷേ അവർ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു, അതായത് ഇപ്പോൾ മാനേജ്മെന്റ് അവരെ നീക്കിയ ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അവരുടെ കോടതിയിൽ അവർ ചോദ്യം ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്താൽ വീണ്ടും അവർ പ്രിൻസിപ്പലായി വരുമോ, അങ്ങനെ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും നിലപാടെടുക്കുക എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഡയറക്ടർ കഴിഞ്ഞില്ല. അങ്ങനെ അവർ വരില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നാരായണൻ നായർ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ ഇവിടെ ഈ ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. നാളെ മുതൽ ക്ലാസ് പഴയതുപോലെ ആരംഭിക്കും. വിദ്യാർത്ഥികൾ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ സമരം തങ്ങളുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്ന് പിന്മാറാകട്ടെ. നാളെ അധ്യയനം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പോലീസ് സംരക്ഷണയിൽ ഇവിടെ ക്ലാസ് നടത്തും എന്ന് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിട്ടുമുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാരായണൻ വ്യക്തമാക്കുന്നു. മറ്റ് ഈ കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിലും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഈ ഭൂമി സർക്കാർ പതിച്ചു നൽകിയതാണ്, തങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഈ സ്വാശ്രയ കരാർക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രൈവറ്റ് സ്വകാര്യ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഭൂമി നൽകിയിട്ടുണ്ട്. അതുപോലെ മാത്രമാണ് തങ്ങൾക്ക് ഭൂമി നൽകിയത്. കുന്നം റോഡിലുള്ള ഭൂമി തങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാതെ അത് സർക്കാർ തങ്ങൾക്ക് പതിച്ചു നൽകിയല്ല. സൊസൈറ്റിക്കായി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അവിടെ റിസർച്ച് സെന്ററാണ് നടക്കുന്നത്, ഫ്ലാറ്റ് അല്ല എന്നും നാരായണൻ നായർ പറയുന്നു. ഇവിടെ നടക്കുന്ന മറ്റ് പ്രശ്നങ്ങളിൽ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വസ്തുതകളുണ്ട്. അതുകൊണ്ടാണ് ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തീരുമാനിച്ചത്. ക്യാമറ വയ്ക്കുന്ന പ്രശ്നം, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ വെച്ചിട്ടുള്ള ക്യാമറകൾ ഉപസമിതിയും ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയത് തെറ്റായിരുന്നു, വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്നാണ്. അതൊക്കെ അനുസരിച്ച് അതുകൊണ്ട് ആ ക്യാമറ മാറ്റാൻ തീരുമാനി. ഇതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച മറ്റ് പ്രശ്നങ്ങളിലും അനുഭാവപരമായ ഒരു നടപടി ഉണ്ടാകും. ശരി മുഹാജിർ, ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നു. പകരം ചുമതല വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റി ഏറ്റെടുത്തു. പോലീസ് സംരക്ഷണത്തിൽ നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാനേജ്മെന്റ് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായരാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജെ മുഹാജിർ. അതേസമയം SFIയുടെ നിലപാട് വഞ്ചനാപരമാണെന്ന നിലപാടിലാണ് മറ്റു സംഘടനകൾ. ലക്ഷ്മി നായർ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ നിന്ന് ഒരാട പോലും മാറാൻ തയ്യാറല്ല. AESFും ബാക്കി സംഘടനകളും ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന് മാത്രമാണ്. പിന്നെ SFI ഈ മുദ്രാവാക്യം മാറ്റി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കേരള സമൂഹത്തിൽ ഇതേപോലൊരു മാറ്റത്തിന്റെ ശങ്കുളി നീട്ടുന്ന ഒരു സമരത്തെ വിദ്യാർത്ഥികൾ ജാതിയും മതവും രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കാതെ ഒരുമിച്ച് മുന്നോട്ട് വരുമ്പോൾ SFI ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അവർ നാളെ കേരള രാഷ്ട്രീയത്തിൽ വളരെ അപഹാസ്യരാവേണ്ടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ.